ശാസ്ത്രലേഖകനായ രാജഗോപാൽ കമ്മത്തൂട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജഗോപാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഈ ചൂട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 38 ഡിഗ്രി സെൽഷ്യസോളം ഈ പാലക്കാടും കൊല്ലത്തും ഒക്കെ രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ അതും മറികടന്നുകൊണ്ട് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ടൗണിൽ 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തുകയാണ്. അവിടേക്കുള്ളൊരു സാഹചര്യം അതികഠിനമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ചെറിയൊരു മഴ പെയ്തെങ്കിലും അതിന്റെ ഇഫക്റ്റ് ഒന്നും വലുതായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്പം കാറ്റ് ഈ മധ്യകേരളത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഉഷ്ണത്തിന് അല്പം കുറവുണ്ട്. പക്ഷെ അത് ടെമ്പററി ആണ്. കഴിഞ്ഞിട്ട് വീണ്ടും അതിന്റെ അവസ്ഥ മാറും. അപ്പൊ ആ ഒരു നിലയിലേക്കാണ് കേരളത്തിൽ. കാരണം ദിനംപ്രതി ഇപ്പൊ 1/2 ഡിഗ്രി 1 ഡിഗ്രി വെച്ച് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് താപനില. നമ്മൾ ഇന്നലെയൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, അതായത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 30-31 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുകയാണ് കോസ്റ്റൽ ഏരിയാസിൽ. എസ്പെഷ്യലി എറണാകുളം ഏരിയയിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 31 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 1 ഡിഗ്രിയോടെ കടന്നു കഴിഞ്ഞാൽ ഹസാഡസ് നിലയിലേക്ക് പോകുന്നതാണ്. 35 ഏറ്റവും പരമാവധി നമുക്ക് ആരോഗ്യമായിട്ട് നിൽക്കാൻ പറ്റുന്നത്. 30 കഴിഞ്ഞ് 29-30 കഴിഞ്ഞാൽ തന്നെ ഒരു ഹീറ്റ് സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങും. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ തീരദേശ മേഖല കടന്നുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് തുടങ്ങിയ ഇടങ്ങളിലാണ് ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. മലപ്പുറവും പാലക്കാടും ഇടുക്കിയും വയനാടും ഒക്കെ ചൂട് കൂടുതലാണ്. ഇടുക്കിയിലും വയനാടും ചൂട് 31 ഡിഗ്രി വയനാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലപ്പുറത്ത് 33-34 ഡിഗ്രി രേഖപ്പെടുത്തി വരുന്നുണ്ട്. പക്ഷെ എന്നിരിക്കലും ഹ്യൂമിഡിറ്റി കുറവാണ്. പാലക്കാട്, വയനാട് തുടങ്ങിയ ഇടങ്ങളിൽ, ഇടുക്കി തുടങ്ങിയ ഇടങ്ങളിൽ ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ട് ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അത്രയും ഇഫക്റ്റീവായിട്ട് വരുന്നില്ല. കോട്ടയത്തും 33-34 രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെയും ഹ്യൂമിഡിറ്റി കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഈ ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടും. അതായത് ഹീറ്റ് ഇൻഡെക്സ് കൂടുതലാണ്. പക്ഷെ അവിടെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ മറ്റിടങ്ങളെക്കാൾ 1-2 ഡിഗ്രി കുറവുമാണ്. അപ്പൊ കമ്പാരിസൺ അവിടെയും കൂടുതലാണ്. പക്ഷെ എന്നിരിക്കലും കോസ്റ്റൽ ഏരിയാസിന്റെ ആളുകളാണ് ഈ സമയത്ത് ഏറ്റവും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന ഒരു സമയമാണിത്. ധാരാളം വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട്. ലൂസ് വസ്ത്രങ്ങൾ ധരിക്കണം. അതുപോലെ തന്നെ കേരളീയ ഭക്ഷണം ശീലമാക്കണം. പ്രത്യേകിച്ച് പഴങ്കഞ്ഞി, ചോറ്, കഞ്ഞി തുടങ്ങിയ സാധനങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ ഒരളവ് വരെ ഈ ചൂട് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. ഈ ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ആന്തരികമായിട്ടുള്ള താപം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. നമുക്ക് വേറെ പ്രതിരോധ മാർഗങ്ങളൊന്നും ഇല്ല. കാരണം ഏപ്രിൽ എന്ന് പറയുന്നത് ഇതിലും 1-2 ഡിഗ്രി കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഇപ്പൊ പാലക്കാടത്തെ ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 45 ഡിഗ്രിക്ക് മുകളിലാണ്. അപ്പൊ അതുപോലെ മറ്റിടങ്ങളിലും ഹീറ്റ് ഇൻഡെക്സ് കൂടുതലാണ്. പക്ഷെ ഇത് രണ്ടും, ഈ 3 കാര്യങ്ങളും കൂടി ചേർത്ത് വായിക്കണം. അതായത് താപനില, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഹീറ്റ് ഇൻഡെക്സ്, ഇത് 3 കൂടി ചേർത്ത് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ശരീരത്തിന് അനുഭവപ്പെടുന്ന ആഘാതത്തെ കുറിച്ച് നമുക്കൊരു രൂപം കിട്ടുകയുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പം വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കൂടി വരുന്നു എന്നുള്ളത് പൊതുവെ ഈ കാലാവസ്ഥാ ഏജൻസികളും ഡിസാസ്റ്റർ മാനേജ്മെന്റും ഒക്കെ ആ കാര്യം കൂടി കണക്കിലെടുത്ത് വേണം അവരുടെ ഈ ഫോർകാസ്റ്റും അതുപോലെ മുന്നറിയിപ്പുകളും ഒക്കെ നൽകാനായിട്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ 31, ചിലപ്പോൾ ഏപ്രിൽ ചിലപ്പോൾ നമുക്ക് റെക്കോർഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. 32-ന് മുകളിൽ പോകാൻ സാധ്യതയുണ്ട്, എസ്പെഷ്യലി കോസ്റ്റൽ ഏരിയാസിൽ. ആ ഒരു ഫോർകാസ്റ്റ് ആണെന്ന് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതെ, ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഈ അതികഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. താങ്കൾ നേരത്തെ പറയുകയുണ്ടായി മഴ ലഭിച്ചുവെങ്കിൽ പോലും അത് ചൂടിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. വീണ്ടും വലിയ രീതിയിലുള്ളൊരു ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇനിയിപ്പോൾ ഒരു വേനൽ മഴ, അതിനുള്ളൊരു സമയമൊക്കെ ആയിട്ടുണ്ടോ? ഇപ്പോൾ ചെറുതായിട്ടൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ശക്തമായ മഴ പലയിടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ വേനൽ മഴ ഇങ്ങനെ വരികയും, അപ്പോ നമ്മുടെ ഇപ്പോ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് അപ്പോഴേ ആവിയായി പോകും. അതേപോലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഉഷ്ണം വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. കാരണം അന്തരീക്ഷത്തിലെ ആർദ്രത അത് വർദ്ധിപ്പിക്കും. 4-5% വീണ്ടും കൂടും. അങ്ങനെ വന്നു കഴിയുമ്പം തുടർന്നുള്ള മണിക്കൂറുകളിൽ നല്ല ഉഷ്ണമായിരിക്കും അനുഭവപ്പെടുന്നത്. അത് തണുപ്പിക്കാനുള്ള രീതിയിലുള്ള ഒരു നല്ല ശക്തമായ മഴയൊന്നും പെയ്തിട്ടില്ല. താൽക്കാലികമായിട്ടൊരു ആശ്വാസം എന്നുള്ളതല്ലാതെ അത് ഒരു ദിവസം മൊത്തം നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല.
വരും ദിവസങ്ങളിൽ മഴ പെയ്യും. കാരണം താപമേറിയ വായു മുകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ മേഘഭാഗങ്ങൾ ഉണ്ടെങ്കിൽ മഴ പെയ്യും തീർച്ചയായിട്ടും. പക്ഷേ അതൊക്കെ അപര്യാപ്തമാണ്. സാധാരണ വേനൽ മഴകൾ അപര്യാപ്തമാണ്. പ്രീ മൺസൂൺ ഷവേഴ്സ് നമുക്ക് ശരിക്കും ഉപയോഗമുള്ളത് വരുന്നത് ഏകദേശം മെയ് പകുതിയോളം കഴിഞ്ഞതിന് ശേഷമുള്ള മഴകൾ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളതായിട്ട് വരുന്നുള്ളൂ. അതായത് താപം കുറയ്ക്കാനുള്ള രീതിയിലുള്ള ശക്തമായ മഴകൾ മെയ് 15-ന് ശേഷമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കണം. പൊതുവെ അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ തവണത്തെ കാലാവസ്ഥ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളതൊരു നോക്കിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മെയ്യിൽ മഴ പെയ്യുകയും ജൂൺ ആദ്യ ആഴ്ചകളിൽ മഴ പെയ്യാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ സംജാതമാകുന്നുണ്ട്. അപ്പൊ ആ സമയത്തും കഠിനമായ ചൂട് അനുഭവപ്പെടും. കാരണം സമ്മർ സീസൺ ആണല്ലോ. നമ്മുടെ മൺസൂൺ എന്ന് പറയുന്നത് സമ്മർ മൺസൂൺ. നമുക്ക് കിട്ടുന്ന മൺസൂൺ എന്ന് പറയുന്നത് സമ്മർ മൺസൂൺ ആണ്. നമുക്കിവിടെ തണുപ്പ് അനുഭവപ്പെടുന്നതിന് കാരണം തുടർച്ചയായിട്ട് മഴ പെയ്യുന്നത് മൂലമാണ്. ശരിക്കും ഒരു സമ്മർ ടൈമാണ് നമുക്ക് ആ സമയത്ത്. അപ്പൊ സമ്മർ മൺസൂണിന്റെ സമയത്ത് ഇടവിട്ടുള്ള സമയങ്ങളിൽ നല്ല ചൂട് അനുഭവപ്പെടും. അപ്പൊ ജൂലൈ ഒക്കെ ആയെങ്കിൽ മാത്രമേ അല്പമെങ്കിലും ഒരു കുറവ് അനുഭവപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്ത് മാറിക്കഴിയുമ്പോഴത്തേക്കും നല്ല ചൂട് അനുഭവപ്പെടുന്നത്, നേരിട്ട് ഉള്ള ചൂട് അനുഭവപ്പെടുന്നത്. അത് കുറച്ചുകൂടി ഹസാഡസ് ആണ്. അത് പെട്ടെന്ന് സൂര്യാഘാതം ഏൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് ഈ ഒരു സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കൂടുതലായിട്ടുള്ള ഇടങ്ങളിലാണ്. അവിടെ തുടർച്ചയായിട്ട് 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് വെയിലേറ്റ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. വെയില് നിൽക്കേണ്ട ആവശ്യമുള്ളവർ ഇടയ്ക്കിടയ്ക്കൊക്കെ തണലിൽ മാറി നിന്നുകൊണ്ട് തണുത്ത വെള്ളം കുടിക്കുകയോ, തണുത്തതെന്ന് പറഞ്ഞാൽ ഐസ് വാട്ടർ അല്ല, സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളം കുടിക്കുകയോ, അല്പം നനഞ്ഞ തുണി കൊണ്ട് ശരീരം തുടയ്ക്കുകയോ വേണം പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ. അതുപോലെ തന്നെ മറ്റ് ജന്തുക്കളെയും ഇതുപോലെ തന്നെ വെയിലത്തൊന്നും വിടരുത്. പശു, ആട് തുടങ്ങിയവയൊക്കെ വെയിലത്ത് വിടാൻ പാടുള്ളതല്ല. അപ്പൊ അവർക്കും സംരക്ഷണം ആവശ്യമുണ്ട്. അവർക്കറിയാം പൊതുവെ ചൂട് കൂടുമ്പോൾ തണലത്ത് മാറി നിൽക്കണം, വെള്ളം കുടിക്കണം എന്നൊക്കെ അവർക്കറിയാം. പക്ഷെ എന്നിരിക്കലും കെട്ടിയിടുന്നതൊക്കെ ഉണ്ടല്ലോ, പലയിടങ്ങളിലും പശുക്കളെയൊക്കെ കെട്ടിയിടും. അപ്പൊ അത് ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. മനുഷ്യരെ എന്ന പോലെ തന്നെ ഈ മറ്റ് ജന്തുക്കളെയും സംരക്ഷിക്കണം. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഈ വഴിയോരങ്ങളിൽ വെള്ളം വിതരണം ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നുണ്ട്. കാരണം പലർക്കും ഈ കുപ്പിവെള്ളം ഒന്ന് അപ്പൊ കുടിക്കാനായിട്ടുള്ള അവസരം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോ സന്നദ്ധ സ്ഥാപനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വഴിയോരങ്ങളിൽ വെള്ളമോ അല്ലെ സംഭാരമോ വിതരണം ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം സ്വീകരിക്കണമെന്നുള്ളതാണ്. എസ്പെഷ്യലി ഈ റോഡിൽ ജോലി ചെയ്യുന്നവർ, ഈ ട്രാഫിക് പോലീസ്, ഓട്ടോ ഡ്രൈവേഴ്സ്, ബസ് ഡ്രൈവേഴ്സ്, അതുപോലെയുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടായി ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ എക്സ്പെൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. പലയിടങ്ങളിലും കവലകളിലൊക്കെ ഇതുപോലെയുള്ള സംഭാരം വെള്ളം, അധികം ചെലവൊന്നുമില്ല, സംഭാരമോ മൺകൂജയിലെ വെള്ളമോ ഒക്കെ സപ്ലൈ ചെയ്യാവുന്നതാണ്. ആ രീതിയിലൊക്കെ ആലോചിക്കേണ്ട സമയമായി. പെട്ടെന്ന് തന്നെ അടുത്ത ആഴ്ച മുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇത് എല്ലാ വേനലിലും ചെയ്യേണ്ടത് അത്യാവശ്യമുണ്ട്. നഗരങ്ങളിൽ എത്തുന്നവർ ചിലപ്പോൾ പെട്ടെന്ന് അവർക്കൊരു കടയിൽ കയറി വെള്ളം കുടിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായെന്നിരിക്കത്തില്ല. അപ്പോൾ വഴിയോരങ്ങളിൽ ഇത്തരം സന്നദ്ധ സംഘങ്ങൾക്ക് ഈ രീതിയിലുള്ള വെള്ളം സംഭാരം വിതരണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ശ്രീ രാജഗോപാൽ കമ്മത്തെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.